One, two, hey. Okay, continue. മേക്കപ്പ് ഓവർ ആയിട്ടുണ്ടോ? പൊളിയല്ലേ, സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? താങ്ക് യു കുട്ടാ, താങ്ക് യു. എല്ലാം ഓക്കെ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. കേട്ടല്ലോ അല്ലെ? അഭിപ്രായം മോശമായാലും നല്ലതായാലും നിങ്ങൾ കല്യാണം കഴിക്കണം. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ, കരിയർ പ്ലാൻ അടുത്ത് സെറ്റ് ചെയ്യണം. ബാക്കി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ബ്രൈഡ് എന്ന് എഴുതിയ കണ്ണാടി മുകളിലുണ്ട്, അത് താഴെടുത്ത് വരണം. ഇതിൽ ഗ്രൂം എന്ന് വൈറ്റ്നർ ഇട്ട്. പിന്നെ എന്താ കാണിക്കേണ്ടത്? ഇങ്ങനെ കാണിച്ചാലോ? ഓക്കെ ഓക്കെ. എവിടെ നടന്നു വരണ ഞാൻ? അച്ഛൻ റെഡി ആവണം. അപ്പൊ നമ്മുടെ പരിപാടി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കല്യാണ ചെക്കനെ നമ്മൾ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഗോകുൽ ചേട്ടനെ ഞങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ നേരെ ചേച്ചി വിളിക്കുകയാണ്. അരുചേച്ചി നമ്മുടെ വധുവരന്മാരെയും അമ്മമാരെയും എല്ലാം ഞങ്ങൾ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടുത്തെ ആളുകളുടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയ എല്ലാ അതിഥികളെയും എന്റെയും ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ചെറിയ ഗെയിം കളിക്കാൻ പോവാണ്. ഗെസ് സോങ് എന്നാണ് ആ ഗെയിമിന്റെ ഫസ്റ്റ്. ആ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യും. ഏത് പാട്ടാണെന്ന് കണ്ടുപിടിക്കണം. ചടങ്ങാല് ചണ്ടി ചങ്ങിന് നോക്കി നാക്കിന് ഭഗവതി അടിയൻ. ഏത് മൂവിന്ന്? റൺവേ. ഏറ്റവും നല്ല പിള്ള എന്റെ മോൻ എന്ന് എന്റെ ഒരു വിശ്വാസമുണ്ട്. എനിക്ക് അഭിമാനമാണ്. എന്റെ മോള് ഡോക്ടറാണ്. എന്റെ തൊട്ടടുത്താണെങ്കിലും എന്നെ മൊത്തം മറവിക്ക് എനിക്ക് സന്തോഷമാണ്. ഞാൻ ആരെയും, അതായത് കൊച്ചുനാൾ മുതൽ തന്നെ ഒരുമിച്ചാണ് പഠിച്ചത്. അതായത് നമ്മുടെ നഴ്സറി ക്ലാസ് മുതൽ 12th ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. ഒരേ ക്ലാസ്സിൽ, ഒരേ സ്കൂൾ, ഒരേ ക്ലാസ്സിൽ, ഒരേ ഡിവിഷൻ. ആദർശ് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അറിഞ്ഞപ്പോ. ഒരു കോയിൻസിഡൻസ് പോലെ ഇവർ രണ്ടുപേരും എന്റെ സ്റ്റുഡൻസ് ആണ്. ഇത്രയും നേരം ഇവിടെ നടന്ന കോലാഹലങ്ങൾ ആശംസ അർപ്പിച്ചിരുന്ന എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരം വലിയച്ഛന്റെ പേരിലും സിനിതകുമാരിയുടെ പേരിലും അരിച്ചേച്ചിയുടെ പേരിലും ആദർശന്റെ പേരിലും കുടുംബത്തിന്റെ പേരിലുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഒരു പൂമാറ്റം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു പ്രേക്കണവി. അപ്പോ യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ആഹാരം കഴിച്ചതിന് ശേഷം പിരിഞ്ഞു പോവാം.